ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു കേക്ക് ഉണ്ടാക്കാം. ഒരു 4 മണി പലഹാരം. അങ്ങനെ സൂപ്പർ കേക്ക് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, കേക്കാന്നും പറഞ്ഞ് കഴിക്കാം. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് അങ്ങ് നല്ലതാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. കേക്കാന്നും പറഞ്ഞ് കഴിക്കാം. പക്ഷേ നല്ല പെട്ടെന്ന് ഉണ്ടാക്കാം, വീട്ടിലത്തെ സാധനമൊക്കെ വെച്ച് ഉണ്ടാക്കാം. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഞാനിതിനൊരു 5 ചെറിയ ക്യാരറ്റ് എടുത്ത് അത് നല്ലതായിട്ട് കഴുകി തോലെല്ലാം കളഞ്ഞ് പീൽ ചെയ്തെടുത്തിട്ട് ചോപ്പറിനകത്തോട്ടിട്ട് ചോപ്പറിനകത്തിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. അങ്ങനെ ജ്യൂസ് ചെയ്യൊന്നും വേണ്ട, ഈ ചെറിയ കഷ്ണമായാൽ മതി. അതിന് ഇത്രയും ആയാൽ മതി. തോരനൊക്കെ വെക്കുന്ന പോലെ, തോരൻ വെക്കുന്ന പോലില്ല. എന്നിട്ട് ഇതിനെ നമുക്ക് ഒരു മിക്സറി ജാറിലോട്ടിടാം. ആ മിക്സറി ജാറിലോട്ട് ഈ ക്യാരറ്റിനെ ഇട്ടിട്ട് ഒന്ന് അടിക്കാം. അതിൻ്റെ കൂടെ 1 കപ്പ് പഞ്ചസാര. ഇതിപ്പോൾ ഈ പഞ്ചസാര ഇതിനകത്ത് 1 കപ്പേ ഉള്ള കൊണ്ട് ഞാൻ അളക്കുന്നില്ല, അങ്ങ് മുഴുവൻ എടുക്കുക. ഇച്ചിരി മധുരം കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് വീട്ടിലത്തെ തന്നെയല്ലേ. 1 കപ്പ് പഞ്ചസാര ഇട്ട് ഒരു സൺഫ്ലവർ ഓയിൽ, 1/2 കപ്പ് ഓയിൽ, സൺഫ്ലവറോ ഗോൾഡ് വിന്നറോ എന്തെങ്കിലും, അല്ലെങ്കിൽ ബട്ടറായാലും മതി. റൂം ടെമ്പറേച്ചർ ആയിരിക്കണമെന്നുള്ളൂ. അതിട്ട് നമ്മളൊന്ന് അടിച്ചുകൊണ്ട് വരിക. എന്നിട്ട് അതിനകത്തോട്ടൊരു 3 മുട്ട റൂം ടെമ്പറേച്ചർ തന്നെ ആയിരിക്കണം, ഒന്നും ഫ്രിഡ്ജിൻ്റെ അടുത്ത് വെക്കരുത്. റൂം ടെമ്പറേച്ചറിലുള്ള ഒരു 3 മുട്ട കൂടെ എടുത്തിട്ട് ഈ എല്ലാം കൂടെ അങ്ങ് മിക്സിക്കകത്തിട്ട് തന്നെ നമുക്ക് അടിക്കാം. തരിയ ബൗളൊന്നും വേണ്ട, മിക്സിക്കകത്തോട്ട് തന്നെ ഇട്ട് മുഴുവൻ അടിച്ചുകൊണ്ട് വരാം. ആ മുട്ടയും കൂടെ ഇട്ടിട്ട് നമുക്കിതിനെ ഒന്ന് ഒരു 1 കപ്പ് പാൽ, അത് റൂം ടെമ്പറേച്ചർ വേണം, തണുത്ത് ഒഴിക്കല്ലേ. ആ എണ്ണ എടുത്ത കപ്പിനകത്ത് 1 കപ്പ് പാൽ ഒഴിച്ച് ഒരു സ്പൂണ് വാനില എസൻസ്, ആ മുട്ടയുടെ മണമൊക്കെ പോകാൻ വേണ്ടി 1 സ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടിച്ചുകൊണ്ട് വരാം. ഇതുകൊണ്ട് നല്ലതായിട്ട് അടിച്ചിട്ട് അതിനകത്തോട്ട് 1 സ്പൂൺ ബേക്കിംഗ് സോഡ വേണ്ട, ബേക്കിംഗ് പൗഡർ 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് അത് കഴിഞ്ഞ് നമുക്ക് ഈ കോൺഫ്ലോർ മൈദ ഒന്നും അല്ല ഇട്ടുന്ന കോൺഫ്ലോർ. ആ കോൺഫ്ലോർ 1 കപ്പ്, ഇതിപ്പോൾ ഇത്രയേ ഉള്ളത്, 1 കപ്പേ ഉള്ളൂ. ആ എണ്ണ എടുത്തതിന് 1 കപ്പ് ഫ്ലോറേ ഉള്ളൂ. ആ ഫ്ലോർ കൂടെ ഇട്ടിട്ട് ഒരു ശകലം ബേക്കിംഗ് പൗഡർ, നമ്മൾ മുമ്പ് ഇച്ചിരി ബേക്കിംഗ് പൗഡർ ഇടാം. ഒരു ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് ശകലം ഉപ്പ്, ഒരു പിഞ്ച് ഉപ്പ്, അതൊന്ന് ബാലൻസ് ചെയ്യാം, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാം. ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കിതിന് ഒന്നുകൂടെ അടിച്ചുകൊണ്ട് വരാം. അടിച്ചു വന്നിട്ട് പ്രീഹീറ്റ് ചെയ്യാം പാത്രം. ഞാൻ ഓവനകത്തല്ല, പാത്രത്തിലല്ല വെക്കുന്നത്. അടിയിലൊരു പാത്രം വെച്ച് പ്രീഹീറ്റ് ചെയ്യുക. എന്നിട്ട് കേക്കിൻ്റെ ട്രേക്കകത്ത് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട്, അല്ലെങ്കിൽ മൈദ ഇട്ടാലും മതി, ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് നല്ലതായിട്ട് സൈഡെല്ലാം എണ്ണ തൂത്ത് നല്ല സ്പ്രെഡ് ചെയ്തിട്ട് എണ്ണ എല്ലായിടത്തും തേച്ച്, മൈദയ്ക്ക് പകരം തേച്ചിട്ട് നമുക്ക് അതിനകത്തോട്ട് ഒരു ബട്ടർ പേപ്പർ വെക്കാം. ഇത് അടിയിൽ ഒട്ടാതിരിക്കാൻ വേണ്ടി ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒരു ഗ്ലാസ്, അത് ചുമ്മാ ഷേപ്പ് വരാൻ വേണ്ടി ഞാനൊരു ചെറിയ ഗ്ലാസ് സൈഡിൽ വെച്ചേക്കാം, ഷേപ്പിന് വേണ്ടി നടുവ് കിഴിഞ്ഞിരിക്കാൻ വേണ്ടി. എന്നിട്ട് അതിനകത്തോട്ട് ഈ ബാറ്റർ ഒഴിക്കുക. ഈ ബാറ്റർ ഫുൾ അതിനകത്ത് കൊള്ളാനുള്ളതേ ഉള്ളൂ. നമ്മുടെ എത്ര അര കിലോയുടെ കേക്കാൻ തോന്നും. അതിനകത്തോട്ടിട്ടിട്ട് ആ ബാറ്റർ ഇട്ടിട്ട്, ബാറ്റർ ഒന്ന് നല്ല ടാപ്പ് ചെയ്ത്, ഒന്നും ബബിൾസ് ഒന്നും ഇല്ല. ഇതിനാക്കിയിട്ട് നമ്മൾ പാത്രത്തിലോട്ട് വെച്ച് 35 മിനിറ്റ്